ഈ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റത്തിൽ സോളാറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ KSEBിന്ന് ചാർജ് ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസും ഉണ്ട്, സോളാറിൽ നിന്ന് ചാർജ് ചെയ്യുന്ന സിസ്റ്റംസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും വയബിളായിട്ടും നമുക്ക് ഏറ്റവും പെട്ടെന്ന് പേ ബാക്ക് കിട്ടുന്നതും സോളാറിൽ നിന്ന് ചാർജ് ചെയ്യുന്ന സിസ്റ്റംസ് ആയിരിക്കും. നമുക്ക് രാവിലെ ഉള്ള നമ്മുടെ സമയത്ത് ആ സമയത്ത് നമുക്ക് എക്സസ് പ്രൊഡക്ഷൻ ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ കൺസംഷൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് വൈകിട്ട് നമ്മുടെ പീക്ക് ലോഡ് അവേഴ്സിൽ നമ്മളത് ഡിസ്ചാർജ് ചെയ്യിക്കും. അങ്ങനെ നമ്മളൊരു 11 മണി 12 മണി വരെ ആകുമ്പോഴത്തേക്കും ഒരു 20% ഡിസ്ചാർജ് ചെയ്യിച്ച് വെക്കും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ സോളാറിൽ നിന്ന് തന്നെ ഇത് ചാർജ് ചെയ്ത് അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കായിരിക്കും നമ്മളിത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് ബേസിക്കലി വർക്ക് ചെയ്യും. ബാറ്ററി എനർജി സ്റ്റോറേജിൽ ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് ഏറ്റവും എൻക്വയറീസ് വരുന്നത് നമ്മുടെ ഷോപ്സ് ഒക്കെയാണ്, ബേക്കറീസ്, ഒരു 20,000 വരുന്ന ബില്ലുള്ള ടെക്സ്റ്റൈൽസ് അങ്ങനെയുള്ളവർക്കൊക്കെ. അവിടെ നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ട്രാൻസ്ഫോമറിൽ ഫീസിബിലിറ്റി ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ പോലും നമുക്കൊരു ഷോപ്പോ അങ്ങനെയുള്ളവർക്ക് ഇത് വയബിളായിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിത് സോളാറിൽ നിന്ന് രാവിലെ ഉള്ള കൺസംഷൻസ് ആ ഷോപ്പിലെ എല്ലാ ഇതും സോളാറിൽ നിന്ന് മീറ്റ് ചെയ്യും. പ്ലസ് നമ്മൾ അഡീഷണൽ ആയിട്ട് ബാറ്ററിയും കൂടെ ചാർജ് ചെയ്യും. അത് കഴിഞ്ഞ് 6 to 10 ആ ഒരു ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നോർമലി ഒരു 8:30-9 മണി വരെ വർക്ക് ചെയ്യുന്നതായിരിക്കുമല്ലോ. ആ സമയത്ത് നമ്മൾ ബാറ്ററി നിങ്ങളുടെ യൂസ് ചെയ്ത് ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് KSEB ആക്കി നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് ലോൺസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.